കഴിഞ്ഞാണ് കൊളാവുന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രതീക്ഷ. എന്നാലും കേക്കൊക്കെ കൊണ്ട് വർണ്ണയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് മിക്കാറും ജനലിൽ കൂടെ എല്ലാം എന്നാലല്ലേ ഒരു കേക്കിന്റെ വൈബ്. ടിങ്കു വന്ന് ഒറ്റ ചാട്ടം ചാടും. സുബർണനെ കൊടുക്കുന്ന ടിങ്കു ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ട് ഇവളുടെ ഓട്ടോ കണ്ടിട്ട് എൻ്റെ കേക്ക് കേക്ക് പോലെ ഇരിക്കണേ. ഏകദേശം ഇപ്പോൾ എനിക്കൊരു സർപ്രൈസ് കിട്ടിയതെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. സംഭവം ഇതിൻ്റെ പിറന്നാളൊന്നും അല്ല, പക്ഷെ എൻ്റെ പിള്ളേർ എനിക്ക് സർപ്രൈസ് തന്നു. എന്തിനാന്നല്ലേ, ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു കഥയുണ്ട്. സത്യം പറഞ്ഞ് ഞാനിന്ന് ചുരുക്കി പറയാം. ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് നമ്മുടെ ജാനുവരിയിൽ നമ്മുടെ ഡൽഹിയിൽ കർത്തവ്യപാത്തിൽ NSSനെ റെപ്രസെൻ്റ് ചെയ്തൊരു പരേഡ് നടത്തും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെലക്ഷന് അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാനൊന്ന് പങ്കെടുത്തു. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ലെവലിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞൊരു സ്റ്റേറ്റ് ലെവലായിരുന്നു. സ്റ്റേറ്റ് ലെവല് എനിക്ക് അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. RDയിലോട്ട് എനിക്ക് പോകാനുള്ള സെലക്ഷൻ വന്നതിൻ്റെ ആഘോഷമാണ് ഇപ്പോൾ കാണേണ്ടത്. ഈ RDക്ക് തൊട്ട് മുന്നേ ഉള്ള സെലക്ഷനാട്ടോ RD. അപ്പോൾ RDയിലേക്ക് പോകാനുള്ള സെലക്ഷനാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ആഘോഷമായിരുന്നു സംഭവം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് ഞങ്ങൾ ഇന്നൊന്ന് കൂടാം എന്ന പ്ലാനിലായിരുന്നു. ഞാൻ വിചാരിച്ച അവരതിനാണ് വന്നതെന്ന്. പക്ഷെ ആ വഴി എനിക്കുള്ള സർപ്രൈസ് ആയിരിക്കുമെന്ന് ഞാൻ ജന്മത്ത് പോലും വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബർത്ത്ഡേക്ക് പോലും ഇത്രയൊരു സർപ്രൈസ് എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് നടക്കുന്നത്. എന്താ പറയുക, ഇങ്ങനൊരു ചങ്ങായിക്കൂട്ടത്തിന് എനിക്ക് കിട്ടിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ കോളേജിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ 4 എണ്ണവും. ഞാൻ അത്രയും ഏറെ സ്നേഹിക്കുന്ന 4 എണ്ണമാണ് ഇതുങ്ങൾ. അതിനുശേഷം ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് അമ്മയ്ക്കും ജനശ്രീക്കും അപർണയ്ക്കും സുബുവിനും സ്നേഹിക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ NTPC പോയിട്ടാണ്. നമ്മുടെ മുട്ട NTPCയിൽ ഞങ്ങൾ ഇന്നവരധികം ഒന്നിച്ച് എങ്ങും പോയിട്ടില്ല. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം എന്നാൽ പിന്നെ പോയേക്കാന്ന്. അങ്ങനെ ഞങ്ങളത് അവിടെ കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം സൺസെറ്റൊക്കെ നിന്ന് കണ്ട് പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നതിലോട്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹരിപ്പാടുള്ള ഒരു കടയിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട്, സത്യം പറഞ്ഞാൽ ഇന്ന് അപർണയുടെ ബർത്ത്ഡേ ട്രീറ്റിൻ്റെ ഡേ ആയിരുന്നു. അതിൻ്റെ കൂടാണ് ഇതാഘോഷിച്ചത്. അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യണമല്ലോ. അതിന് വേണ്ടി നമ്മളിതാ ഇവിടെ ടേസ്റ്റി വീൽസിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് മൊമോസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു കോക്ടെയിലും ഒരു ജ്യൂസും ഒക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് ആ ഷോപ്പിൽ നല്ല മെലഡി സോങ് കേട്ടാണ്ട് നല്ല ഈ ഒരു വ്യൂവിലെ സോങ്ങൊക്കെ കേട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളത് കഴിച്ച് സഹായിക്കണമല്ലോ. പിന്നെ ഞാൻ അവളുടെ കൂടെ കൂടി അവളെ സഹായിച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുക കേട്ടോ. അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീസും ഇടും, അതിൻ്റെ കൂടെ വൈറ്റ് സോസ് ഇടും. നമ്മൾ മയോണൈസ് അങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ മയോണൈസ് അങ്ങനെ നമ്മൾ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാറില്ല. കൂടുതലും ഈ വൈറ്റ് സോസ്. അപ്പം നല്ല ക്രീമി ടേസ്റ്റാണ്. മയോണൈസിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ ക്രീമി വൈറ്റ് സോസ് ഒഴിക്കുമ്പോൾ. അതിനിടയ്ക്ക് കൊതി വിട്ട് താഴെ കാണാൻ നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ. ഞങ്ങളെപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും അവനിങ്ങനെ നോക്കി, അവന് വിശപ്പില്ലെങ്കിലും അവനിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ നമ്മളതിനകത്തോട്ട് ഏറ്റവും ഇടയ്ക്ക് ചീസൊക്കെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് എടുത്തപ്പോൾ അത് കാണുമ്പോഴേ അറിയാം അതെന്ത് ക്രീമി ആണെന്നുള്ളത്. അത്രയ്ക്കും ടേസ്റ്റാണിത്. ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവളുണ്ടാക്കും. അത്രയ്ക്കും നല്ല മസാല കേട്ടോ. പിന്നെ രാത്രിയായി. ഞാൻ റൂമിൽ വന്നു, കതകടച്ച് ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് ഞാൻ കിടന്നുറങ്ങിയൊരു ദിവസമായിട്ട് ഒരിക്കലും മറക്കത്തില്ല.